കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അഞ്ചരക്കണ്ടി തട്ടാരിപ്പാലം ഇനി ഓർമ്മ മാത്രം. പുതിയത് നിർമ്മിക്കാനാണ് 60 വർഷത്തോളം പഴക്കമുള്ള പഴയ പാലം പൊളിച്ചു മാറ്റിയത്. അഞ്ചരക്കണ്ടി ചക്കരക്കൽ റോഡിലെ പാലം ഓർമ്മകളിലേക്ക് മറഞ്ഞു. അതോടെ ചിലർ ഈ പാലത്തെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കി. അന്നിപ്പോൾ ഇതുമാതിരി നമുക്ക് ട്രാഫിക്കൊന്നുമില്ല, ട്രാഫിക് വളരെ കുറവായിരുന്നു. ആദ്യം കോണി കയറിയിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് വരുന്നത്. ഇവിടെ ബസ് വന്നിട്ട് അതിന് ശേഷം ഇത് കെട്ടിയത്. പിന്നെ കെട്ടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ബ്രിട്ടീഷുകാരൻ്റെ കെട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം. ആ ഗർഡറും അതിൻ്റെ ശക്തിയെല്ലാം സൈഡിലെ ഇതൊക്കെ ഇനിയിപ്പോൾ അതുമാതിരി നമ്മളെ ആൾക്കാരും ചെയ്യുമോ അതാണ് സംശയം. വാഹനങ്ങൾ ഒരു 3 ബസ് എന്ന് പറഞ്ഞാൽ ജയശ്രീ, NKBT, പിന്നെന്താ ഒരു ബസ്, അങ്ങനെ ഒരു രാധാകൃഷ്ണ 3 ബസ്സേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇല്ല എന്ന് പറയാം. സായിപ്പിൻ്റെ ഒരു കാർ ഉണ്ടായിരുന്നതാണ് ഇവിടെ, ബ്രൗൺ സായിപ്പിന്. മറ്റാർക്കും കാറെന്ന് പറഞ്ഞില്ല. ടു വീലേഴ്സ് പോകാൻ തീരെയില്ല. എയർപോർട്ട് വന്നതിന് ശേഷം ഈ റോഡിലാണ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഇത് പോകുന്നത്. പക്ഷേ എനിക്ക് അപ്പുറത്തോട്ടിയാണ് പോകേണ്ടത്. അഞ്ചരക്കണ്ടി എപ്പോഴും വൈകുന്നേരം ബ്ലോക്കാണ്. ഇനിയിപ്പം അപകടങ്ങളും കൂടാൻ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായം. വാഹനപ്പെരുപ്പത്തിനൊപ്പം കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതോടെ ഇവിടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ഇതോടെയാണ് പരിമിതികൾ ഏറെയുള്ളതും കാലപ്പഴക്കം ചെന്നതുമായ പഴയ പാലത്തിനു പകരം പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പാലം പൊളിച്ചത്. പഴയത് നിലനിർത്തി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അത് സാധിക്കാതെ പോയതിന്റെ സങ്കടവും നാട്ടുകാരിൽ ചിലർ ഞങ്ങളോട് പങ്കുവച്ചു. നമ്മൾ പുതിയ പാലം ചെയ്യുന്നുണ്ടെങ്കിലും പഴയ പാലം അതുപോലെ നിർത്തണമെന്നുള്ളൊരു ആഗ്രഹം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്നലെ ഒളിച്ചേരം പറയുന്നതല്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. തങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊരു സങ്കടമുണ്ട്. സൗകര്യം വരണം, അത് വന്നത്രേ ഉള്ളൂ. മറ്റേ പഴയ പാലം നിൽക്കുന്നതിനെപ്പറ്റി നമ്മളിവിടെ ബാക്കിയുള്ള ഇവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവുണ്ട്, അത് പൊളിച്ച് കഴിഞ്ഞ് പണ്ടത്തെ പുരാവസ്തുക്കളെ ഇതാണല്ലോ, അതിൽ വരുന്നതാണ് ഈ പാലത്തിൻ്റെ ഇത്. അത് നമുക്ക് നാട്ടുകാർക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നുണ്ടാക്കുന്നത്. പഴയ പാലം പോലെ വർഷങ്ങളോളം പുതിയത് നിലനിൽക്കുമോ എന്ന ആശങ്കയും പഴയ തലമുറയിൽപ്പെട്ടവർക്കുണ്ട്. ഉണ്ടാവുന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലേ നമുക്കിപ്പോൾ. കാരണം നമുക്ക് ഇതിൻ്റെ ആ ഗട്ടർ ഇന്നും നമുക്ക് ഓർമ്മയുണ്ട് പണിയെടുക്കുമ്പോൾ ഉള്ളത്. കഴിഞ്ഞ അടിയിൽ സ്റ്റേ വെച്ചിട്ട് കംപ്ലീറ്റ് ആയ ഉറപ്പില്ലാത്തുള്ളത്. ഈ സേഫ്റ്റിയിൽ ഇനി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള, കാരണം കോണ്ടാക്റ്റ് ആയിരിക്കുമല്ലോ അതെങ്ങനെയായാലും. ഇത് അന്ന് നമ്മളെ ബ്രിട്ടീഷുകാർ നമ്മളിവിടെ എലവർ സായുണ്ടായിരുന്നു കടപ്പത്തോട്ടത്തിൽ, അയാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പാലം ഇത്. 1,57 ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം ഒരുക്കുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള സൗകര്യവും കാൽനട യാത്രക്കായി ഫുട്പാത്തും ഉണ്ടാകും. PWD ബ്രിഡ്ജഡ് വിഭാഗം കണ്ണൂരിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുന്നത്. കാലവർഷത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.